ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങൾ ബി.ജെ.പിയുമായി നടത്തിയ അവിഹിതത്തിൽ പ്രസിഡന്റ് പിറന്നുവെന്ന യാഥാർത്ഥ്യം ഇല്ലാതാകില്ല. പക്ഷേ അഗളിയിൽ കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ വനിതാ അംഗത്തെ പ്രസിഡന്റാക്കിയ LDF മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വൈരുദ്ധ്യാത്മകതയുണ്ട്. ബി.ജെ.പിക്കും കോൺഗ്രസിനും CPM-നുമുള്ള വോട്ടുകൾ കൊടുക്കാൻ വോട്ടർമാർക്കറിയാം. അങ്ങനെ സമ്മാനമായി കിട്ടിയത് വിൽക്കുന്നത് ആരായാലും വോട്ടർമാരോടുള്ള ചതിയാണ്. ചെയ്ത വോട്ട് തിരിച്ചെടുക്കാൻ ജനത്തിന് അവസരമില്ല എന്ന തിരിച്ചറിവാണ് ജനാധിപത്യ അട്ടിമറിയായ കൂറുമാറ്റങ്ങളെ സജീവമാക്കിയത്. ആദർശ രാഷ്ട്രീയക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ കാലുമാറ്റക്കാരുടെ എണ്ണം കൂടി. കൂടുതൽ ലാഭം എവിടെ നിന്ന് കിട്ടുമെന്ന് ഗവേഷണം നടത്തി താക്കോൽ സ്ഥാനം കൈക്കലാക്കിയ ശേഷം ആദർശം പ്രസംഗിക്കുന്നവരുമുണ്ട്. കൂറുമാറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. തെരഞ്ഞെടുത്തവരെ തൊട്ടു പിന്നാലെ ചതിക്കുന്നതിനോളം കാപട്യം മറ്റെന്തുണ്ട്? ആർക്കെതിരെയാണോ തങ്ങൾ വോട്ട് ചെയ്തത് അവരുമായി ചേർന്ന് തങ്ങൾ ജയിപ്പിച്ചവർ അധികാരം നുണയുന്നതിനോളം വോട്ടർമാരെ അവഹേളിക്കുന്ന മറ്റെന്തുണ്ട്? അക്കാര്യത്തിൽ ബി.ജെ.പി കുറെ കൂടി സത്യസന്ധത കാണിക്കുന്നുണ്ട്. കേരളത്തിൽ 35 സീറ്റ് കിട്ടിയാൽ NDA ഭരിക്കുമെന്ന് പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനാണ്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമില്ലാത്തവർക്ക് കൂറുമാറ്റത്തിലൂടെ അല്ലാതെ ഭരിക്കാനാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാത്തതല്ലോ. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അവർ ആവിധം അധികാരം പിടിച്ചിട്ടുണ്ട്. അതേസമയം UDF-ഉം LDF-ഉം സ്വയം വിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുകയും അവിശുദ്ധ ബന്ധങ്ങളെ കൂടെ പാർപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും എല്ലാവരെയും പൊള്ളിക്കുന്നില്ല. പക്ഷെ തീവ്രവാദവും വർഗീയതയും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് തിരിച്ചറിയുന്നവരെ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് നിരാശരാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളെ കൂറുമാറ്റക്കാരുടെ ഗുഹയാക്കിയവരുടെ കസേരകൾ തട്ടിത്തെറിപ്പിക്കുകയും ആട്ടിപ്പുറത്താക്കുകയും ചെയ്യണം.